വെളിച്ചെണ്ണ ചൂടാക്കി ഈ കരിമീൻ്റെ പീസസ് ഒന്ന് വറുത്തെടുക്കാം. മീൻ മൊരിയുന്ന നേരം കൊണ്ട് തക്കാളി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. 3/4 ഭാഗം മൊരിഞ്ഞാൽ മതി. ഇത് നമുക്ക് അതിൽ നിന്ന് മാറ്റാം. ആ ഓയിൽ തന്നെ എടുത്താൽ മതി. അരച്ചില്ലേ അരപ്പിട്ട് കൊടുക്കുക. ഒന്ന് മൊരിച്ചെടുക്കുക. പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തൊന്ന് മുരിക്കുക. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതായിട്ടൊന്ന് ഇളക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ ഈ അരപ്പ് മീൻ കഷ്ണം ഇട്ടാൽ പിന്നെ ഇളക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉപ്പ് എല്ലാം റെഡിയാക്കി വേണം മീൻ കഷ്ണം പറക്കിയിടാൻ. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ടുകൂടെ കുറച്ച് അരപ്പൊന്ന് വെച്ച് കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് അരപ്പ് കുറുകി. ഇനി തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് അല്പം നേരം കൂടെ ഒന്ന് പറ്റിച്ചെടുക്കുക. നമ്മുടെ ഫിഷ് മോളി റെഡിയായി. ഇതിനകത്ത് തക്കാളിയൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്ത് 4 വെച്ച് അലങ്കരിക്കാം. നല്ലപോലെ മല്ലിയില ഇടാം. അങ്ങനെയൊക്കെ വെച്ച് നമുക്കിത് നല്ല വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, ഇനി ഇത് ഞാൻ സവാളയും തക്കാളിയും എല്ലാം വെച്ചിട്ട് വെച്ച ഫിഷ് മോളിയാണ്. ഇതല്ലാതെ അത് അരിഞ്ഞ് വഴറ്റിയിട്ട് വെച്ച ഫിഷ് മോളി എൻ്റെ മുമ്പലത്തെ വീഡിയോ ഉണ്ട്. അതെടുത്തൊന്ന് വാച്ച് ചെയ്ത് നോക്കണം. ഏതാ ഇഷ്ടമെന്ന് നോക്കണം. ഇതിപ്പം മുള്ളിയൊക്കെ എടുത്ത് മാറ്റുന്നത് കണ്ടുകൊണ്ട് ഞാൻ അതെല്ലാം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫിഷ് മോളി വെച്ചു. നമ്മുടെ അടിപൊളി ഫിഷ് മോളി റെഡി.